ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുമ്പോൾ അവിടുത്തെ കരുണ ഏറ്റവും ഹൃദ്യമായി നമുക്കിന്ന് ലഭിക്കുന്നത് സഭയിലാണ്. സഭ രൂപീകൃതമായത് തന്നെ കാരുണ്യമായ കർത്താവിന് ഈ ചരിത്രത്തിൽ തുടരുവാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഈ സഭയെ കാണുന്നത് കുറെ മനുഷ്യരുടെ കൂട്ടായ്മയായി മാത്രമാണ്. ഒരുപക്ഷെ ഒരു വലിയ കുറവാണ്. നമ്മളൊരു വലിയ തെറ്റിദ്ധാരണയാണ്. കുറെ അച്ഛന്മാരും കുറെ മെത്രാന്മാരും കുറെ കന്യാസ്ത്രീകളും കുറെ അൽമായക്കാരും കുറെ കമ്മിറ്റിക്കാരും എല്ലാം കൂടെ കൂടുന്നതാണ് സഭ. മനുഷ്യരുടെ കൂട്ടായ്മ. സിനഡൊക്കെ കൂടുമ്പം ചിലരൊക്കെ സോഷ്യൽ മീഡിയയിൽ പറയും 15 ആശാന്മാർ അവിടെ കൂടിയിരുന്ന് ഫുഡ് അടിക്കുക, ഞങ്ങൾ എന്നിട്ട് തീരുമാനം എടുക്കുക, ഇതാണ് സിനഡ്. അല്ല, ദൈവാത്മാവിന്റെ പ്രചോദനങ്ങൾക്കനുസരിച്ച് സഭയുടെ നന്മയ്ക്ക് വേണ്ടി ദൈവേഷ്ടം വിവേചിച്ചറിയുന്ന കൂട്ടായ്മയാണ് സിനഡ്. സഭയെന്ന് പറയുന്നത് എന്താണ്? സഭ ഈശോയുടെ തുടർച്ചയാണ്. അത് നമുക്ക് ഒരുപക്ഷെ നമ്മൾ ഇത്രയും വേദപാഠമൊക്കെ പഠിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ തലേ കയറാതെ പോയ ഒരു കാര്യമാണ്. സഭയും ഈശോയും രണ്ടും രണ്ടാണെന്നുള്ളത്. നമ്മുടെ ചില ചെറുപ്പക്കാരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഐ ആം ഫോർ ക്രൈസ്റ്റ് ബട്ട് നോട്ട് ഫോർ ചർച്ച്. ഞാൻ ഈശോ മിശിഹായ്ക്കുള്ളയാളാണ്, സഭ എനിക്ക് വലിയ താല്പര്യമില്ല. അങ്ങനെയാണെങ്കിൽ അവൻ ഈശോയെ ശരിയായി മനസ്സിലാക്കിയിട്ടില്ല. കർത്താവ് എന്താണെന്ന് മനസ്സിലാക്കിയവൻ ഒരിക്കലും കർത്താവും സഭയും രണ്ടും രണ്ടാണെന്ന് പറയില്ല. ഫുൾട്ടൻ ജെ ഷീൻ എന്ന് പറയുന്ന ഒരു ആർച്ച് ബിഷപ്പ്, വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം മരിച്ചുപോയി. ഇപ്പൊ വളരെ പ്രശസ്തനായ റേഡിയോ പ്രഭാഷകനും വളരെ പോപ്പുലറായ ഒരു പ്രസംഗകനുമായിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു പുസ്തകമുണ്ട്, ഈ മിശിഹായുടെ മൗതിക ശരീരം, ദ മിസ്റ്റിക്കൽ ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന പേരിൽ. അതിൽ അദ്ദേഹം വളരെ മനോഹരമായ ഒരു നിർവചനം സഭയ്ക്ക് കൊടുക്കുന്നുണ്ട്. അതെന്താണെന്നറിയാമോ? അദ്ദേഹം പറയുന്നത്, നിങ്ങൾ ഈശോ മിശിഹായെ വെറും 33 വർഷത്തേക്ക് ഒതുക്കി നിർത്തുകയാണ്. അത് വായിച്ചപ്പോൾ എനിക്ക് തോന്നി, ശരിയാ. നമ്മൾ ഈശോയെ കുറിച്ച് പറയുമ്പം ആ സുവിശേഷത്തിൽ ഈശോയെ കുറിച്ച് പറയുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. 33 വർഷമേ ആയുസുള്ളോ നമ്മുടെ കർത്താവ്. അപ്പോഴാണ് ഞാനും ചിന്തിച്ചു, ശരിയാണല്ലോ കർത്താവേ. മനുഷ്യനായി അവതരിക്കുന്നതിന് മുമ്പ് പുത്രനായ ദൈവം ഇല്ലേ? ഉണ്ടെന്നാണ് നമ്മൾ വിശ്വാസ പ്രമാണത്തിൽ ഏറ്റു പറയുന്നത്. അവിടുന്ന് അനാദി മുതലേ പിതാവിനോടൊപ്പമായിരുന്നു, സത്തയോടൊന്നായ പുത്രൻ. പുത്രനായ ദൈവത്തിന്റെ ആ ഭാവം, അതായത് ദൈവപുത്രൻ, തൃത്വത്തിലെ രണ്ടാമൻ, അവിടുന്ന് ലോക സൃഷ്ടിക്ക് മുമ്പ് തന്നെ ആദ്യ ജാതനായവൻ, പിതാവിനോടൊപ്പമായിരുന്നവൻ. അതാണ് ആ ഒന്നാം ഘട്ടം. അങ്ങനെയിരിക്കെയാണ് ദൈവത്തിന് മനുഷ്യനോടുള്ള അഗാധമായ സ്നേഹത്തെ പ്രതി, കാരുണ്യത്തെ പ്രതി, ഈ ജനത്തെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കണമെന്ന തീവ്രമായ അഭിലാഷത്തോടെ ആരെങ്കിലും അവരുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യാൻ ഉണ്ടാവണം. അത് ഒരു മനുഷ്യനെ കൊണ്ടും അത് സാധിക്കുകയില്ല, ഒരു മൃഗബലിക്കും അത് സാധിക്കുകയില്ല എന്ന് കരുതി ദൈവം ആ ത്രിത്വത്തിലെ രണ്ടാമനെ തന്നെ വിടുകയാണ് മനുഷ്യനായി. അതാണ് ഈശോയുടെ 33 വർഷത്തെ ജീവിതം. ആ 33 വർഷത്തെ ജീവിതത്തിന്റെ അവസാനം കർത്താവിന് സംഭവിക്കുന്നത് എന്താണ്? നമ്മൾ ഈ കഴിഞ്ഞ ആഴ്ചയെല്ലാം ധ്യാനിച്ചു. അവിടുന്ന് കുരിശിൽ മരിച്ചു, അവിടുന്ന് യാഗമായി തന്റെ ജീവൻ അർപ്പിച്ചു, ഈ മനുഷ്യകുലത്തെ മുഴുവൻ വീണ്ടെടുത്തു ഉദ്ധാനത്തിലൂടെ. എന്നിട്ട് എന്ത് ചെയ്യും? സ്വർഗാരോഹണത്തിലൂടെ മൂന്നാമത്തെ ഘട്ടം ആരംഭിച്ചു. അതെന്താണ്? പിതാവിന്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായി, മഹത്വത്തിന്റെ ആ വലതുഭാഗത്ത് അവിടുന്ന് ഉപവിഷ്ട. അതാണ് മൂന്നാമത്തെ ഘട്ടം. എന്നിട്ട് ഫുൾട്ടൻ ജെ ഷീൻ നമുക്ക് പറഞ്ഞു തരികയാണ്, പന്തക്കുസ്താ തിരുനാളിൽ നമ്മുടെ കർത്താവ് മറ്റൊരു ശരീരം സ്വീകരിച്ചു. അതേതാണ്? പൗലോസ് ശ്ലീഹ പറയുന്നുള്ളതിനെ കുറിച്ച്. ഏതാണ്? സഭ ക്രിസ്തുവിന്റെ ശരീരമാണ്. സഭ ക്രിസ്തുവിന്റെ ശരീരമാണ്. പന്തക്കുസ്താ തിരുനാളിൽ സഭയുടെ ഉദ്ഘാടന ദിവസം
നമ്മുടെ കർത്താവ് പുതിയ ഒരു ശരീരം സ്വീകരിച്ചു. അതാണ് സഭ. ഈ സഭയുടെ ശിരസ് കർത്താവാണ്. അവയവങ്ങൾ ആരാണ്? നമ്മളാണ്. സഭയാണ് ശരീരം, ശിരസ് കർത്താവാണ്, നമ്മളോ അവന്റെ ശരീരത്തിന്റെ അവയവങ്ങളും. ഇതല്ലേ പൗലോസ് ശ്ലീഹ നമ്മളെ പഠിപ്പിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈശോയുടെ ശരീരത്തിന്റെ ഭാഗമാണ്. എന്തുകൊണ്ടാണ് ഓരോ ക്രിസ്ത്യാനിയും കർത്താവിന്റെ ശരീരം സ്വീകരിക്കുന്നത്? ഒരുപക്ഷെ നമ്മൾ ഏതെങ്കിലും ഒരു അക്രൈസ്തവനോട് കുർബാനയെ കുറിച്ച് പറഞ്ഞാൽ അവൻ വിശ്വസിക്കുമോ? നമ്മൾ കർത്താവിന്റെ ശരീരരക്തങ്ങൾ സ്വീകരിക്കുന്നു. എന്നതാ ഇത്? നിങ്ങൾ എന്നതാ പറയുന്നത്? ദൈവത്തിന്റെ ശരീരരക്തങ്ങൾ സ്വീകരിക്കുമോ? അത് സാധിക്കുമോ? എന്തുകൊണ്ടാണ് നമ്മൾ കർത്താവിന്റെ ശരീരം സ്വീകരിക്കുന്നത് ഓരോ പരിശുദ്ധ കുർബാനയിലും? ബിക്കോസ് വി ആർ ഹിസ് ബോഡി. നമ്മൾ അവന്റെ ശരീരമാണ്. കർത്താവിന്റെ ശരീരമാകുന്ന നമ്മൾ അവന്റെ ശരീരം സ്വീകരിക്കുകയാണ്. അതാണ് പരിശുദ്ധ കുർബാന. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ അടിസ്ഥാനപരമായ കാഴ്ചപ്പാട് വേണം. ഉണ്ടെങ്കിൽ മാത്രമേ കൂദാശകളുടെ സാങ്കത്യത്തെ കുറിച്ച് നമുക്ക് മനസ്സിലാവത്തുള്ളൂ. എന്തുകൊണ്ട് ഞാൻ വീട്ടിൽ ഇരുന്ന് കുർബാനയിൽ പങ്കെടുത്താൽ പോരാ എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം, ഈശോ മിശിഹായാണ് രക്ഷയിലേക്കുള്ള ഏക മാർഗമെങ്കിൽ ആ രക്ഷ സ്വീകരിക്കാനുള്ള മാർഗം കൂദാശ സ്വീകരണമാണ്. അത് നീ കൂദാശ സ്വീകരിച്ചേ പറ്റൂ. ഇതാണ് കത്തോലിക്ക വിശ്വാസം. വേറെ വല്ല വിശ്വാസമൊക്കെ കാണും, അതെനിക്കറിയത്തില്ല. കത്തോലിക്ക വിശ്വാസത്തിൽ നീ രക്ഷപ്പെടണോ? കൂദാശ സ്വീകരിക്കണം. അതുകൊണ്ടാണ് നമ്മൾ കുമ്പസാരക്കൂട്ടിൽ മുട്ടുകുത്തണം, നമ്മുടെ പാപങ്ങൾ ഏറ്റു പറയണം, മാനസാന്തരത്തിന്റെ ഫലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. അങ്ങനെ നമ്മൾ കൗദാശികമായ ജീവിതം സ്വീകരിക്കണം. അപ്പോഴാണ് നമുക്ക് രക്ഷ കിട്ടുന്നത്. രക്ഷ വേണമെങ്കിൽ വരണ്ട ചോദിച്ച പോലെ ആർക്ക് വേണം രക്ഷ? രക്ഷപ്പെടുത്തണമേ എന്നൊക്കെ പണ്ട് പ്രാർത്ഥിക്കുന്നത് സ്വർഗത്തിൽ കൊണ്ടുപോകണേന്നായിരുന്നു. ഇപ്പൊ അങ്ങനല്ല, അമേരിക്കക്ക് പോണേ എന്നാണ് രക്ഷപ്പെടുത്താന്ന് പറഞ്ഞ. ഞങ്ങൾക്ക് അമേരിക്കക്ക് പോയാൽ മതി, സ്വർഗത്തിലൊന്നും പോകണ്ട. അങ്ങനെ കരുതുന്നവരെ സംബന്ധിച്ചിടത്തോളം കൂദാശയൊന്നും വലിയ കാര്യമുള്ള കാര്യമൊന്നുമല്ല, വീട്ടിൽ ഇരുന്നാലും മതി. പക്ഷേ സഭയാകുന്ന ശരീരം, അത് ഈശോയുടെ ശരീരമാണ് സഭ. ആ ശരീരത്തിലെ അംഗങ്ങളാണ് നമ്മൾ. നിങ്ങളുടെ മക്കൾ നിങ്ങളോട് ചോദിക്കുക, എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് തോന്നിവാസം ജീവിക്കാൻ പറ്റാത്ത? അവര് ഓരോ പിള്ളേരൊക്കെ പോയി ഇതേ ലിവിങ് ടുഗദർ, കല്യാണമൊന്നും കഴിക്കാതെ ഒരുമിച്ച് ജീവിക്കുന്നു, അടിപൊളി ജീവിക്കുന്നു. ഇപ്പൊ സിനിമയിലും അവിടെ ഇവിടെ എല്ലാം ഇതെല്ലാം ആയി. അപ്പൊ ഞങ്ങൾക്ക് എന്തുകൊണ്ടാണ് അങ്ങനെ ജീവിച്ചാൽ കൊള്ളുകയല്ലെന്ന് ചോദിച്ചാൽ ഉത്തരം, നിനക്കത് ചെയ്യാൻ പറ്റില്ല. കാരണം യു ആർ ദ മെമ്പർ ഓഫ് ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്. കർത്താവിന്റെ ശരീരത്തിന്റെ അംഗമാണ് നീ. നിനക്ക് തോന്നിയാസം ജീവിക്കാൻ പറ്റില്ല. വേറെ എന്ത് മറുപടി നമ്മൾ കൊടുക്കുന്നു? ഇതാണ് മറുപടി. നീ മാമോദീസ ജലം വീണവനാണ്, നീ വിശുദ്ധീകരിക്കപ്പെട്ടവനാണ്, നിന്നിലൂടെ ലോകത്തെ മുഴുവൻ വിശുദ്ധീകരിക്കാനുള്ളതാണ്. അതുകൊണ്ട് നിനക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കാൻ പറ്റത്തില്ല മോനെ. ദൈവത്തിന്റെ സ്വാതന്ത്ര്യം മാത്രമേ നിനക്കുള്ളൂ, തോന്നിയാസം ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം നിനക്കില്ല. കാരണം നീ രക്ഷ ലക്ഷ്യമാക്കി മുന്നോട്ട് പോകുന്നവനാണ്, സ്വർഗം ലക്ഷ്യമാക്കി ജീവിക്കുന്നവനാണ്. ആ സഭയിലൂടെ, സഭ ക്രിസ്തുവിന്റെ ശരീരമാണ്. ഇന്ന് ഈശോയെ എവിടെ കാണാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സഭയിലാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ടാണ് ഈശോ ചെയ്ത 3 പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളും സഭ തുടരുന്നത്. അതുകൊണ്ടാണ് ഈശോ എന്തൊക്കെയാണ് ചെയ്തത്? 1, അവൻ വചനം പ്രഘോഷിച്ചു. സഭ അനുസ്യൂതം ലോകത്തിന്റെ അതിർത്തികൾ വരെ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ടേയിരിക്കുന്നു. 2, അവൻ തന്റെ ജീവൻ സമർപ്പിച്ച് വിശുദ്ധീകരിച്ചു. സഭയിൽ കൂദാശകളിലൂടെ, പരിശുദ്ധ കുർബാനയിലൂടെ ഈശോയുടെ ആ വിശുദ്ധീകരണ കർമ്മം ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ കുർബാന എന്നൊക്കെ പറയുന്നത്, നിങ്ങൾ പറയും വികാരിച്ചന്റെ കുർബാന, കൊച്ചച്ഛന്റെ കുർബാന, പിതാവിന്റെ കുർബാന എന്നൊക്കെ പറഞ്ഞാലും ഇത് ഞങ്ങളുടെ ആരുടെയും കുർബാനയല്ല, ഇത് കർത്താവ് അർപ്പിച്ച കുർബാനയാണ്. അതുകൊണ്ടാണ് കുർബാനയിൽ തോന്നിയാസം കൈവെക്കരുതെന്ന് പറയുന്നത്. ഇത് നിന്റെ പ്രവൃത്തിയല്ല, ഇത് ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. കർത്താവ് 2000 വർഷങ്ങൾക്കപ്പുറത്ത് അർപ്പിച്ച അതേ ബലിയാണ് നിനക്കറിയാവുന്ന പ്രതീകങ്ങളിലൂടെ, അടയാളങ്ങളിലൂടെ നീ ഇന്നത്തെ ജനത്തിന് സംവേദ്യമാക്കി കൊടുക്കുന്നത്. പുരോഹിത, നീ ആ പ്രക്രിയയിൽ കേവലം ഒരു പ്രതീകം മാത്രമാണ്.
നിനക്കല്ലാതെ അതിൽ കവിഞ്ഞ ഒരു അവകാശവും ഇല്ല കുർബാനയിൽ. നീ ഒരു അടയാളം മാത്രമാണ്. കൂദാശകളിലൂടെ കർത്താവിന്റെ വിശുദ്ധീകരണ കർമ്മം തുടരുകയാണ്. മൂന്നാമതായിട്ട് അവൻ നന്മ ചെയ്തുകൊണ്ട് ചുറ്റി സഞ്ചരിച്ചു. പ്രിയപ്പെട്ടവരെ, സഭ ചെയ്യുന്ന കാരുണ്യ പ്രവർത്തനങ്ങൾ എത്രമാത്രമാണത്, എത്രമാത്രമാണ്. നമ്മൾ പലപ്പോഴും ഈ സഭയുടെ കുറവുകൾ മാത്രം ഈ സോഷ്യൽ മീഡിയയിലെല്ലാം കേട്ട്, പിന്നെ ചിലരുണ്ട് അച്ഛന്മാരെയും കന്യാസ്ത്രീകളെയും കുറ്റവും പറഞ്ഞ് ഇരുന്നിരുന്ന് നമുക്ക് ഈ സഭയുടെ നന്മകളൊന്നും അറിയാതെ പോയി. സഭയുടെ കാരുണ്യത്തിന്റെ ഒരു വലിയ മുഖമുണ്ട്. നമ്മുടെ സ്ഥാപനങ്ങളിലൂടെ, പ്രത്യേകിച്ച് നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൂടെ നമ്മൾ ഈ സമൂഹത്തെ അക്ഷരം പഠിപ്പിച്ച ജനമാണ്. അത് നമ്മൾ മറക്കരുത്. ഈ ജനത്തിന് ആതുര ശുശ്രൂഷ എന്താണെന്ന് പഠിപ്പിച്ചു കൊടുത്ത സമൂഹമാണ് ക്രൈസ്തവ സമൂഹം. മറക്കരുത് അത്. ആരോഗ്യ പരിരക്ഷയൊക്കെ ദൈവത്തിന്റെ വലിയ ഒരു ശുശ്രൂഷയായിട്ട്, ദൈവികമായ ശുശ്രൂഷയായിട്ട് കണ്ട് അതിനു വേണ്ടിയിട്ട് ജീവിതം സമർപ്പിച്ചവരായിരുന്നു നമ്മുടെ വൈദികര്, സന്യസ്തര്, അങ്ങനെയൊക്കെയുള്ളവര്. പിന്നെ നമ്മൾ നടത്തുന്ന കാരുണ്യ ഭവനങ്ങൾ, അത് എന്തേരം ഉണ്ട്. ആയിരക്കണക്കിന് കാരുണ്യ ഭവനങ്ങൾ നമ്മൾ നടത്തുന്നുണ്ട്. ഭിന്നശേഷിക്കാരായ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, ഉപേക്ഷിക്കപ്പെട്ട മാതാപിതാക്കൾക്ക് വേണ്ടി, അംഗവൈകല്യം വന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, മാനസിക രോഗം ബാധിച്ച സഹോദരങ്ങൾക്ക് വേണ്ടിയൊക്കെ. അത് ഏറ്റവും കൂടുതൽ നടന്നത് നമ്മുടെ കന്യാസ്ത്രീകളാട്ടോ, സിസ്റ്റർമാരാണ്. അവരുടെയൊക്കെ ഭവനങ്ങളിൽ നിങ്ങൾ എത്ര പേര് പോയിട്ടുണ്ട്? അവിടെയൊക്കെ ചെന്നാൽ അവരെല്ലാം നമുക്ക് കാലെ തൊട്ട് നമിക്കാൻ തോന്നും. കാരണം അവർക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന ശുശ്രൂഷ. ഇങ്ങനെ അവർക്ക് വേണ്ടിയിട്ട് ജീവിക്കാൻ നമ്മുടെ മിടുമിടുക്കികളായ കന്യാസ്ത്രീകളെയൊക്കെ പ്രേരിപ്പിക്കുന്നത് എന്താണ്? കർത്താവിന്റെ കാരുണ്യമാണ് പ്രിയപ്പെട്ടവരെ. അവരിലൂടെ കർത്താവിന്റെ കാരുണ്യ പ്രവർത്തനങ്ങൾ തുടരുകയാണ്. ദൈവവിളിയുടെയൊക്കെ അടിസ്ഥാനം അതാണ്. ദൈവത്തിന്, കർത്താവിന്റെ രക്ഷാകര പ്രവർത്തനങ്ങൾ തുടരണം. അതിനുവേണ്ടി കൂദാശകൾ പരികർമ്മം ചെയ്യണം. നമുക്ക് വൈദികരെ വേണം. കാരുണ്യ പ്രവർത്തനങ്ങള് അനുസ്യൂതം നടക്കണം. അതിനുവേണ്ടിയിട്ട് സമർപ്പിതരെ നമുക്ക് വേണം. അങ്ങനെ സമർപ്പിതരിലൂടെയും വൈദികരിലൂടെയും പിന്നെ നമ്മുടെ കുടുംബങ്ങളിലൂടെയും എല്ലാം ഈ സ്നേഹത്തിന്റെ ശുശ്രൂഷ മുന്നോട്ട് പോവുകയാണ്. എത്രയോ കാരുണ്യ പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തുന്നുണ്ട്. ഞങ്ങളുടെ രൂപതയിലൊക്കെ അതിരൂപതാ ദിനം ആഘോഷിക്കുമ്പോൾ ഓരോ ഇടവകയും, ഓരോ കോൺഗ്രിഗേഷനും, ഓരോ സ്ഥാപനവും ഓരോ വർഷവും നടത്തിയ കാരുണ്യ പ്രവർത്തനങ്ങളുടെ കണക്ക് എടുക്കാറുണ്ട്. ഒരിക്കലും അത് മുഴുവൻ കിട്ടാറില്ല. പകുതിയൊക്കെ കിട്ടുമ്പോഴത്തേക്കും 25 കോടി 28 കോടിയൊക്കെയാണ് ഓരോ വർഷവും വരുന്നത്. വല്ലൊരു അറിയുന്നുണ്ടോ? നമ്മുടെയൊക്കെ ഇടവകളിലൊക്കെ എന്തേലും നന്മ പ്രവൃത്തികൾ നമ്മൾ ചെയ്യുന്നുണ്ട്. ഒരു രൂപതാ തലങ്ങളിലൊക്കെ എന്തേലും സ്ഥാപനങ്ങളിലൂടെ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു. ഓരോ കോൺഗ്രിഗേഷനും എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു. അവർ ജീവിതവും സമർപ്പിക്കുക. പണം മാത്രമായിട്ട് നമുക്ക് കൂട്ടാൻ പറ്റത്തില്ല. അവരുടെ ജീവിതം തന്നെ അവർ സമർപ്പിക്കുകയാണ്. പിന്നെ അനേകരെ സ്നേഹിക്കാൻ പ്രേരിപ്പിക്കുകയാണ്. ഞാൻ ഇന്നലെ തിരുവനന്തപുരം അടുത്ത് കാട്ടാക്കടയിൽ എലോയിസ് റീഹാബിലിറ്റേഷൻ സെന്റർ എന്ന് പറഞ്ഞ ഒരു സെന്റർ ഉദ്ഘാടനം ചെയ്യാൻ വെഞ്ചരിക്കാൻ പോയി. അത്ഭുതപ്പെടുത്തിയ വിസ്മയനീയമായ ദൈവകാരുണ്യത്തിന്റെ ഒരു സാക്ഷ്യം. 10-12 ചെറുപ്പക്കാര്, പിള്ളേര്, 3 ആൺപിള്ളേര്, ബാക്കി 9 പെൺപിള്ളേര്. നല്ല മിടുമിടുക്കികൾ പെൺപിള്ളേര്. ആരും കല്യാണം കഴിച്ചിട്ടില്ല പെൺപിള്ളേരിൽ എന്ന് എനിക്ക് തോന്നുന്നു. ഒന്നോ രണ്ടോ പേരെങ്ങാണ്ട്, അത്രയോ. ബാക്കിയെല്ലാം പഠിക്കുക. PhD പഠിക്കുന്നു, MTech പഠിക്കുന്നു, BSc നേഴ്സിംഗ് പഠിക്കുന്നു. അവരെല്ലാം തിരുവനന്തപുരം പ്രദേശത്ത് വന്ന് കണ്ടുമുട്ടി. കുറെ വർഷങ്ങളായിട്ട് അവർ പ്രാർത്ഥനാനുഭവത്തിലായിരുന്നു. ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കും. അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർക്ക് കർത്താവിന്റെ ഒരു ജ്വലനം ഉള്ളിലുണ്ടായി. എന്താണ്? തിരുവനന്തപുരം പട്ടണത്തിൽ തെരുവിൽ അലയുന്ന മാനസിക രോഗികൾക്ക് ഭക്ഷണം കൊടുക്കണം, നീ തന്നെ കൊടുക്കണം. അങ്ങനെ അവരത് ഏറ്റെടുത്തു. ഈ പിള്ളേര് ഒരു സഭയുടെ ഔദ്യോഗിക സംവിധാനങ്ങളുടെ ഒന്നും സഹായമില്ലാതെ അവര് ഭക്ഷണം കൊടുത്തു തുടങ്ങി. കുറെ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അവർക്ക് പിന്നെയും കർത്താവിന്റെ പ്രചോദനം ഉണ്ടായി. ഇവർക്ക് വേണ്ടിയിട്ട് ഒരു ഭവനം തുടങ്ങണം. കാട്ടാക്കടയിൽ അവർ 1.5 ഏക്കർ സ്ഥലം മേടിച്ച്, അവർ പലരും ആർക്കിടെക്റ്റുകളും ഒക്കെയാണ് ഈ പെൺപിള്ളേർ. അവർ തന്നെ നല്ല ഒന്നാന്തരം കെട്ടിടം പണിത് 2 കെട്ടിടങ്ങൾ, ഒന്ന് പുരുഷന്മാർക്ക്, സ്ത്രീകൾക്ക്, ഓട്ടിസം ബാധിച്ച കുഞ്ഞുങ്ങൾക്ക്.
അതിന് 4 ചുറ്റും ഓരോ കുരിശടിയും പണിത് വെച്ചിട്ടുണ്ട് ഓരോ പുണ്യവാന്റെ പേരിൽ. അവർ പറഞ്ഞു, പിതാവേ, ഇത് ചുമ്മാ സാമൂഹിക പ്രവർത്തനമല്ല, ഇത് ഞങ്ങൾ ഇവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കും. അതുകൊണ്ട് ഞങ്ങൾക്ക് കുർബാന വേണം, കുർബാന എഴുന്നള്ളിച്ച് വെച്ച് തരണം. ഞങ്ങൾ ഇവർക്ക് വേണ്ടിയിട്ട് 24 മണിക്കൂർ പ്രാർത്ഥിക്കും. ആ പ്രാർത്ഥനയിൽ ഇവര് സൗഖ്യപ്പെട്ട് ഇവിടുന്ന് പോകും. പുതിയ ആൾക്കാർ ഇവിടേക്ക് കടന്നു വരും. എന്തോ ഒരു അഗ്നിയാൽ ജ്വലിക്കപ്പെട്ട ചെറുപ്പക്കാരുടെ ജീവിതങ്ങൾ. കർത്താവ് പ്രിയപ്പെട്ടവരെ ഇന്നും നമ്മുടെയൊക്കെ ഉള്ളിൽ തീ ജ്വലിപ്പിച്ചുകൊണ്ടിരിക്കുക. എന്തിനാ? കൂടുതൽ കാരുണ്യം കാട്ടാൻ. അതാണ് സഭയെ കർത്താവ് എപ്പോഴും നിരന്തരം നിർബന്ധിച്ചുകൊണ്ടിരിക്കുന്നത്, കാരുണ്യം കാട്ടാൻ. ഈ അടുത്ത നാളിൽ നിങ്ങൾ കേട്ട് കാണും, കേന്ദ്ര ഗവൺമെന്റ് കാരിത്താസ് ഇന്ത്യ എന്ന കത്തോലിക്ക സഭയുടെ കാരുണ്യ പ്രസ്ഥാനത്തിന്റെ വിദേശ ഫണ്ട് സ്വീകരിക്കാനുള്ള അനുവാദം എടുത്ത് കളഞ്ഞു. അവരങ്ങനെ ചില ഗുണങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ അതിലൂടെ എത്രയോ ആയിരക്കണക്കിന് മനുഷ്യർക്ക് ഇന്ത്യയിലെ കത്തോലിക്ക സഭ സേവനം ചെയ്തു. എത്രയോ പേർക്ക് ഒരു സർക്കാരിനും എത്തിപ്പറ്റാത്ത ഇടങ്ങളിൽ, ഒരു സർക്കാരിനും എത്തിപ്പറ്റാത്ത, ഈ സമൂഹം ഒരു വിലയും കൊടുക്കാത്ത ജനവിഭാഗങ്ങളുടെ ഇടയിൽ കാരുണ്യത്തിന്റെ കരങ്ങളായിട്ട് പോകാൻ കത്തോലിക്ക സഭയ്ക്ക് സാധിച്ചത് ഈ ഒരു പ്രസ്ഥാനമുള്ളത് കൊണ്ടാണ്. ഗവൺമെന്റ് ഒന്നും ഉപകാരം ചെയ്തില്ലെങ്കിൽ ഉപദ്രവം ചെയ്യാതിരുന്നാൽ മതി. ഏതായാലും വലിയ ഉപദ്രവം ചെയ്തു. അതിന്റെ FCRI എടുത്ത് കളഞ്ഞു. ഇനി നിങ്ങളൊന്ന് പ്രവർത്തിക്കുന്നത് കാണട്ടെ. അതാ. എന്നാ 10 പേർക്ക്, എത്രയോ കുഞ്ഞുങ്ങൾ അവരുടെ പ്രോജക്റ്റുകളിലൂടെ നല്ല പോഷകാഹാരം കഴിച്ചു. എത്രയോ കുഞ്ഞുങ്ങൾ വിദ്യാഭ്യാസം നേടി. എത്രയോ പേര് രക്ഷപ്പെട്ടു. അതൊന്നും ഞങ്ങൾക്ക് പ്രശ്നമല്ല, നിങ്ങൾ പ്രവർത്തിക്കേണ്ട, അത്രയുള്ളൂ. പ്രിയപ്പെട്ടവരെ, അത് പോയെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കാരുണ്യ പ്രവർത്തനം ഒന്നും നിർത്തത്തില്ല. നമ്മൾ നമ്മുടെ ദശാംശമൊക്കെ കൊടുത്ത് പിന്നെയും ചെയ്തുകൊണ്ടിരിക്കും. അതാണ് ക്രൈസ്തവ സമൂഹം. അതുകൊണ്ട് നമ്മുടെ സഭ തന്നെ നിലനിൽക്കുന്നത് കർത്താവിന്റെ സാന്നിധ്യം ഈ സമൂഹത്തിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. കർത്താവിന്റെ കാരുണ്യം സഭയിലൂടെ ഒഴുകുകയാണ്. കാരണം സഭ കർത്താവിന്റെ ശരീരമാണ്. നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം ആ ഒരു തലത്തിൽ വേണം നമ്മൾ കാണാനായിട്ട്. അതുകൊണ്ടാണ് നമ്മുടെയൊക്കെ ഇടവക സമൂഹങ്ങൾ കൂടുതൽ കാരുണ്യത്തെക്കുറിച്ച് ചിന്തിക്കണം. നമ്മുടെയൊക്കെ ഇടയിൽ വേദനിക്കുന്നവരായിട്ട് ആരും ഉണ്ടാകരുത്. അതിനൊന്നും നമ്മൾ പുറത്തുനിന്ന് പൈസയൊന്നും വേണ്ട. നമ്മുടെയൊക്കെ ദശാംശം കൊടുത്ത് ശീലിച്ചാൽ മാത്രം മതി നമുക്കത് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മൾ സമ്പാദിച്ചുണ്ടാക്കുന്നതിന്റെ ഒരു ഭാഗം സമൂഹത്തിനുള്ളതാണ് എന്നുള്ളൊരു ചിന്തയിൽ നമുക്ക് മാറ്റിവെക്കാനായിട്ട് സാധിച്ചാൽ മാത്രം മതി. നമ്മൾ വായിച്ചു കേട്ട നടപടി പുസ്തകത്തിൽ പരിശുദ്ധാത്മാവിനാൽ വിളിച്ചു കൂട്ടപ്പെട്ട ആ ജനം ഒരുമിച്ചുകൂടി അവർ സഭയായിട്ട് മാറി, കർത്താവിന്റെ ശരീരമായിട്ട് മാറിയപ്പോൾ അവർക്കുണ്ടായ വ്യത്യാസം എന്താണ്? അവരുടെ ജീവിതത്തിൽ ഉണ്ടായ ഗുണപരമായ വ്യത്യാസം എന്താണ്? അവർക്കുണ്ടായിരുന്നതെല്ലാം അവർ പൊതുവായി കരുതി. അവർ തങ്ങളുടെ സ്വത്തുക്കളും വസ്തുവകകളും വിറ്റ് ആവശ്യാനുസരണം എല്ലാവർക്കുമായി വീതിച്ചു. അവർ ഏക മനസ്സോടെ താല്പര്യപൂർവം അനുദിനം ദേവാലയത്തിൽ ഒന്നിച്ചുകൂടുകയും ഭവനം തോറും അപ്പം മുറിക്കുകയും ഹൃദയ ലാളിത്യത്തോടും ആഹ്ലാദത്തോടും കൂടെ ഭക്ഷണത്തിൽ പങ്കുചേരുകയും ചെയ്തിരുന്നു. നമ്മുടെ കാലം ചെയ്ത മാർപ്പാപ്പ ബെനഡിക്റ്റ് 16 മാർപ്പാപ്പായോട് ഒരു പത്രപ്രവർത്തകൻ ചോദിക്കുന്നുണ്ട്, പാപ്പ, നടപടി പുസ്തകത്തിൽ പറയുന്ന ഈ ക്രൈസ്തവ സമൂഹം തങ്ങൾക്കുണ്ടായിരുന്നതെല്ലാം പൊതുവായി കരുതുന്ന, സ്വത്തുക്കളും വസ്തുവകളും വിറ്റ് ആവശ്യാനുസരണം വീതിക്കുന്ന, ഏകമനസ്സോടെ താല്പര്യപൂർവ്വം അനുദിനം ദേവാലയത്തിൽ ഒന്നിച്ചുകൂടുന്ന, ഭവനം തോറും അപ്പം മുറിക്കുന്ന, ഹൃദയലാളിത്യത്തോടും ആഹ്ലാദത്തോടും കൂടെ ഭക്ഷണത്തിൽ പങ്കുചേരുന്ന സമൂഹം, അതല്ലേ കമ്മ്യൂണിസം? അപ്പൊ പിന്നെ എന്തിനാണ് സഭ കമ്മ്യൂണിസത്തെ എതിർക്കുന്നത്? ശരിക്കും കമ്മ്യൂണിസം എന്ന് പറയുന്നത് നടപടി പുസ്തകത്തിലെ ഈ പ്രവർത്തനങ്ങളൊക്കെ തന്നെയല്ലേ? അതിന് മാർപ്പാപ്പ മറുപടി പറയുന്നത് വളരെ ചിന്തനീയമാണ്. അദ്ദേഹം പറഞ്ഞു, കമ്മ്യൂണിസം ഉണ്ടായത് കഴിഞ്ഞ നൂറ്റാണ്ടിലാണ്. എന്നാൽ ആദ്യ നൂറ്റാണ്ടുകളിൽ തന്നെ
സഭയിലുണ്ടായ സന്യാസ പ്രസ്ഥാനങ്ങളാണ് നടപടി പുസ്തകത്തിലെ ഈ കാരുണ്യത്തിന്റെ ജീവിതം കൃത്യമായി നടപ്പിലാക്കിയത്. നമ്മുടെ സന്യാസ സഭകൾ, വൈദികരുടെയും സന്യസ്തരുടെയും ഒക്കെ സന്യാസ കൂട്ടായ്മകളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്താണ്? ഈ ലോകത്തിന് ക്രൈസ്തവ ജീവിതം എന്താണെന്ന് കാട്ടിക്കൊടുക്കുകയാണ്. അവർക്ക് സ്വകാര്യ സ്വത്തില്ല, അവർക്കുള്ളതെല്ലാം അവർ പൊതുവായി കരുതുന്നു. തങ്ങളുടെ സ്വത്തുക്കളും വസ്തുവകകളും അവരെല്ലാം പല മേഖലകളിൽ ജോലി ചെയ്യുന്നവരാണെങ്കിലും അവരാരും ഒരു പൈസ പോലും സ്വന്തമായി എടുക്കാതെ എല്ലാവർക്കുമായിട്ട് അത് വീതിച്ചു കൊടുക്കുന്നു. അവരൊരു മനസ്സോടെ താല്പര്യപൂർവ്വം അനുദിനം ദേവാലയത്തിൽ ഒന്നിച്ചുകൂടുന്നു, പ്രാർത്ഥിക്കുന്നു. അവര് ഭക്ഷണം കഴിക്കുന്നു, ഹൃദയലാളിത്യത്തോടെ ഭക്ഷണത്തിൽ പങ്കുചേരുന്നു. ഇതാണ് നമ്മുടെയൊക്കെ സന്യാസാശ്രമങ്ങൾ, നമ്മുടെയൊക്കെ കോൺവെന്റുകൾ എന്നൊക്കെ പറയുന്നത്. ഇതെല്ലാം ഇത് കമ്മ്യൂണിസത്തും ഒക്കെ വരുന്നതിന് വളരെ മുമ്പ് തന്നെ കത്തോലിക്ക സഭയിൽ ക്രൈസ്തവ പാരമ്പര്യത്തിൽ സന്യാസത്തിലൂടെ വന്ന് പരിശുദ്ധ പിതാവ് പഠിപ്പിക്കുകയായിരുന്നു. പ്രിയപ്പെട്ടവരെ, കാരുണ്യ അനുഭവത്തിലേക്ക് നമ്മളെ നയിക്കുന്നത് സഭയാണ്. സഭ തന്നെ കാരുണ്യമാണ്. ഈ പങ്കുവയ്ക്കാൻ ഉള്ളതെല്ലാം പങ്കുവയ്ക്കാൻ, ഉള്ളതെല്ലാം പൊതുവായിട്ട് കരുതുവാൻ, എന്റെ 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 എന്ന് പറഞ്ഞുകൊണ്ട് ജീവിക്കാതെ എല്ലാം എല്ലാവർക്കുമായിട്ട് കൊടുക്കുവാനൊക്കെ നമ്മളെ പ്രേരിപ്പിക്കുന്നത് സഭയുടെ ശുശ്രൂഷകളാണ്. അതുകൊണ്ടാണ് പറയുക, നമ്മൾ സ്വർഗത്തിൽ പോയാൽ നമ്മുടെ കൂട്ടത്തിൽ ഒരാളെങ്കിലും കാണും, നരകത്തിൽ പോയാൽ ആ പഞ്ചായത്തിലെ എല്ലാവരും കാണും എന്ന് പറയാറുണ്ട്. കാരണം നന്മ ഒരാളെയെങ്കിലും സ്പർശിക്കും. ഒറ്റയ്ക്കുള്ള ഒരു രക്ഷയില്ല. നന്മ ഒരാളെയെങ്കിലും സ്പർശിക്കും, തിന്മ ഒത്തിരി പേരെ സ്പർശിക്കും. ഉദാഹരണത്തിന്, നിങ്ങൾ നാളെ ഒന്ന് കള്ളു കുടിക്കാൻ തുടങ്ങിക്കേ, നിങ്ങൾക്ക് എന്തേരം കൂട്ടുകാരെ കിട്ടുമെന്നറിയാവോ? അയ്യോ, നിങ്ങൾക്ക് വിളി വരും, അളിയ ഒന്ന് കൂടണ്ടേ. ഇത്രയും നാള് നമ്മളെ ഒരുത്തനും അന്വേഷിക്കത്തില്ലായിരുന്നു. നമ്മൾ വെള്ളവടിക്കാരനാണെന്ന് മനസ്സിലായപ്പോഴേ നമുക്ക് വിളി വന്നു, അളിയ വാ നമുക്ക് കൂടാം. എല്ലാവരും പിന്നെ അളിയന്മാരാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും അളിയന്മാരുടെ കൂട്ടായ്മയാണ് വെള്ളവടി കൂട്ടായ്മ. അതേസമയം അവൻ ഒരു സുപ്രഭാതത്തിൽ ധ്യാനം കൂടി വെള്ളവടി നിർത്തി, പിന്നെ ഒരുത്തനും അവനെ തിരിഞ്ഞു നോക്കാനില്ല. അവൻ ഏകാന്തതയുടെ വല്ലാത്ത അവസ്ഥയിൽ മിക്കവാറും പിന്നെയും പഴയ അളിയന്മാരെ തേടി പോകാൻ തന്നെയാണ് സാധ്യത. കാരണം അവൻ ഒറ്റപ്പെട്ടു പോയി. നന്മ ഒരാളെയെങ്കിലും സ്പർശിക്കും, തിന്മ ഒത്തിരി മനുഷ്യരെ സ്പർശിക്കും എന്ന് പറയുന്നത് പോലെ നമ്മുടെ രക്ഷ ഒറ്റയ്ക്കല്ല, അത് ഒരുമിച്ചുള്ള രക്ഷയാണ്. നമ്മൾ രക്ഷപ്പെടുകയാണെങ്കിൽ ഒരുമിച്ചാണ്. ഭാര്യമാരെ, നിങ്ങൾ രക്ഷിക്കപ്പെടുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ കൂടെ നിങ്ങളുടെ കെട്ടിയന്മാരും കാണും. നിങ്ങൾ നരകത്തിൽ പോയാൽ എല്ലാവരും കാണും. കെട്ടിയന്മാര് രക്ഷിക്കപ്പെട്ടാൽ അവരുടെ കൂടെ ഭാര്യമാര് ഉറപ്പായിട്ട് കാണും, മക്കളൊക്കെ കാണും. അതുകൊണ്ടാണ് നമ്മളിലൂടെ അനേകർ രക്ഷിക്കപ്പെടുന്നു എന്നുള്ളൊരു ചിന്തയിലേക്ക് നമ്മൾ കടന്നു വരേണ്ടത്. അപ്പോൾ സഭയെ നമ്മൾ ഈശോയായിട്ട് കാണുമ്പോൾ, ക്രിസ്തുവിന്റെ ശരീരമായിട്ട് കാണുമ്പോൾ, കർത്താവ് നമ്മളെ ഓരോരുത്തരെയും പങ്കുവയ്ക്കാനും അതുപോലെ കാരുണ്യം കാട്ടാനുമെല്ലാം നിർബന്ധിക്കുകയാണ്. ഇങ്ങനെ ഈ പങ്കുവയ്പ്പിന്റെ ജീവിതം നയിക്കണമെങ്കിൽ നമുക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒരു കൃപ എന്താണ്? ക്ഷമിക്കാനുള്ള കൃപയാണ്. ക്ഷമിക്കാനുള്ള കൃപ. ക്ഷമിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. നമ്മൾ പറയും ക്ഷമിച്ചു ക്ഷമിച്ചു എന്നൊക്കെ പറയും, പക്ഷെ നമ്മുടെ ഉള്ളിൽ ഈ വെറുപ്പ് കിടപ്പുണ്ട്. ഒത്തിരി പേരോടുള്ള വെറുപ്പ് കിടപ്പുണ്ട്. എല്ലാവരോടും ഞാൻ ക്ഷമിച്ചു, പക്ഷെ എന്നിട്ടും എന്റെ മനസ്സിന് സ്വസ്ഥതയില്ലെന്ന് പറഞ്ഞ ഒരു സഹോദരനെ ഞാൻ കണ്ടെത്തി. കുറെ നേരം അയാളോട് സംസാരിച്ച് കഴിഞ്ഞപ്പം അയാളുടെ ഉള്ളിലെ വെറുപ്പിന്റെ അലകടല് നമ്മൾ കണ്ടുപിടിച്ചു. എന്താണത്? അയാൾക്ക് അയാളുടെ അപ്പനോട്, പണ്ടങ്ങാണ്ട് മരിച്ചുപോയ അപ്പനോട് ഇപ്പോഴും തീരാത്ത കലിപ്പാണ്. മറന്നിട്ടില്ല ഒന്നും. എന്റെ അപ്പൻ ദുഷ്ടൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അയാൾക്ക് അയാളോട് തന്നെ വെറുപ്പാണ്. നമുക്ക് നമ്മളോട് തന്നെ വെറുപ്പ്, നമ്മുടെ കുടുംബത്തിലുള്ളവരോട് വെറുപ്പ് സൂക്ഷിക്കുന്ന ഒത്തിരി മനുഷ്യരുണ്ട്. അപ്പന്മാരോട് അമ്മമാരോടൊക്കെ വെറുപ്പ് സൂക്ഷിക്കുന്നവര്. അവർക്കൊക്കെ എങ്ങനെയാണ് കരുണ കാട്ടാനായിട്ട് സാധിക്കുക? ഒരിക്കലും ഒരു മനുഷ്യൻ, അവന് 10-22 വയസ്സ് വരെ, ഒരു പഴയ വീടാകട്ടോ, ഇപ്പോഴത്തെ വീടുകളൊന്നും അല്ല, പഴയ കാർന്നോന്മാരുടെ വീട്ടിൽ 10-22 വയസ്സ് വരെ അങ്ങനെ സുഖമായിട്ട് ജീവിക്കുകയാണ് വീട്ടിൽ. 22 വയസ്സ് കഴിഞ്ഞപ്പോഴത്തേക്ക് അപ്പൻ അവനെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. നീ പോടാ, നീ പോയി വല്ല അധ്വാനിച്ചുണ്ടാക്കണമെന്ന് പറഞ്ഞു. ചുമ്മാ ഇങ്ങനെ അമ്മയുടെ സാരത്തിമ്പി പിടിച്ച് പോയി വല്ല അധ്വാനിച്ചുണ്ടാക്കും. അവന് സഹിക്കാൻ പറ്റിയില്ല. അപ്പൻ എന്നെ ചവിട്ടി ഇറക്കി എന്ന് പറഞ്ഞ് അവൻ അപ്പനോടുള്ള വാശിക്ക് പോയി
അധ്വാനിച്ചു, 5 സെന്റ് ഭൂമി മേടിച്ചു, അവൻ വീട് വെച്ചു, പെണ്ണ് കെട്ടി, പിള്ളേരുണ്ടായി. എല്ലാത്തിനും അമ്മയും സഹോദരങ്ങളെയും വിളിച്ച് നല്ല ഭക്ഷണം കൊടുക്കും. എന്നിട്ട് അപ്പന്റെ കുറ്റം ഒരു മണിക്കൂർ അവരോട് പറയും. എല്ലാ ദിവസവും ഇയാൾ ഈ അപ്പന്റെ കുറ്റം ആരോടെങ്കിലും ഒക്കെ പറയും. കുറെ വർഷങ്ങൾ അങ്ങനെ മുന്നോട്ട് വന്നു. അപ്പനാണ് എപ്പോഴും 500 സ്റ്റൈൽ ഒരു അപ്പനാ. അവൻ എന്നെ വിളിച്ച് ഭക്ഷണം തന്നില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, അവൻ നന്നായല്ലോ എന്നോർത്ത് അപ്പൻ സന്തോഷമായിട്ട് ജീവിക്കുകയാണ്. കുറെ നാളുകൾക്ക് ശേഷം ഇയാൾ ഒരു കാര്യം മനസ്സിലാക്കി. അപ്പന്റെ അപ്പൻ അപ്പനെ വീട്ടിൽ കയറ്റിയിട്ട് പോലുമില്ല, പിന്നെ വേണ്ട ഇറക്കി വിടാൻ. എന്ന് വെച്ചാൽ ഈ അപ്പന്റെ അപ്പൻ വളർന്നു വന്ന കാലം മഹാകഷ്ടകാലമായിരുന്നു. അയാൾ ഒട്ടും സ്നേഹം കിട്ടാതെയാണ് വളർന്നത്. എന്നിട്ടും അയാൾ കല്യാണം കഴിച്ചു, ഞങ്ങൾ ഇത്രയും മക്കളെ ജനിപ്പിച്ചു, 10-22 വയസ്സ് വരെ എന്നെ പോറ്റി വളർത്തി, പിന്നെയും ഞാൻ സുഖിമാനായി അമ്മയുടെ സാരിത്തുമ്പെ പിടിച്ച് കിടന്ന് ജീവിക്കാനാണ് പ്ലാൻ എന്ന് മനസ്സിലായപ്പോഴാണ് എനിക്കിട്ടൊരു ചവിട്ട് തന്നിട്ട് പോയി രക്ഷപ്പെടാന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടത് എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അത്രയും വർഷങ്ങളായി അയാളുടെ മനസ്സിൽ അടങ്ങിയിരുന്ന വെറുപ്പ് മുഴുവൻ, അയ്യോ പാവം അപ്പന്റെ മാതാപിതാക്കളുടെ സ്നേഹമൊന്നും കിട്ടാതാണല്ലോ വളർന്നത് എന്നുള്ളൊരു ചിന്തയിൽ ആ വെറുപ്പ് മുഴുവൻ കാരുണ്യമായിട്ട് മാറി. അപ്പോഴാണ് അയാൾക്ക് അപ്പനോട് ക്ഷമിക്കാൻ സാധിച്ചത്. പ്രിയപ്പെട്ടവരെ, ക്ഷമിക്കുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല. മുറിപ്പെടുത്തിയവന്റെ ലോകത്തോട് കരുണ കാട്ടിയാൽ മാത്രമേ നമുക്ക് ക്ഷമിക്കാനാവൂ. മുറിപ്പെടുത്തിയവന്റെ ലോകത്തോട് കരുണ കാട്ടിയാൽ മാത്രമേ നമുക്ക് ക്ഷമിക്കാനാവൂ. മുറിപ്പെടുത്തിയ ഈ അപ്പൻ ഒരു ലോകമുണ്ട്, അയാൾ വളർന്നു വന്ന ലോകം. എന്റെ അപ്പനെയും അമ്മയൊക്കെ വിധിക്കാൻ ഞാൻ ആരാണ്? അവര് വളർന്നു വന്ന സാഹചര്യങ്ങൾ എനിക്കറിയില്ല. അവര് സ്നേഹം കിട്ടിയാണോ വളർന്നത്? എനിക്കറിയില്ല. ഞാൻ എന്നിട്ട് അവരോട് പോരടിച്ചിരിക്കുക. കാരണം എനിക്ക് കിട്ടിയ സ്നേഹം പോരെന്ന് പറഞ്ഞ് ഞാൻ എന്റെ അപ്പനോടും അമ്മയോടും വഴക്കുണ്ടാക്കുമ്പോൾ ഞാൻ ഓർക്കേണ്ടത്, എന്റെ അപ്പനും അമ്മയ്ക്കും സ്നേഹം കിട്ടിയിട്ടുണ്ടോ? എനിക്കൊരു കാര്യം ഉറപ്പാ, സ്നേഹം കിട്ടിയവരെല്ലാം സ്നേഹം കൊടുക്കും. നിങ്ങൾക്ക് സ്നേഹിക്കാൻ അറിയത്തില്ലെങ്കിൽ അതിന്റെ അർത്ഥം, നിങ്ങളുടെ അപ്പനോ അമ്മയ്ക്കോ സ്നേഹിക്കാൻ അറിയത്തില്ലെങ്കിൽ അതിന്റെ അർത്ഥം അവർക്ക് സ്നേഹം കിട്ടിയിട്ടില്ല. അപ്പോ ഉറപ്പായിട്ടും നിങ്ങൾക്കും സ്നേഹിക്കാൻ അറിയത്തില്ലായിരിക്കും. കൂടെയുള്ളവരോടൊന്ന് ചോദിച്ചേക്കണം, നിങ്ങളുടെ സ്നേഹം അവർക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന്. മുറിപ്പെടുത്തിയവന്റെ ലോകത്തോട് കരുണ കാട്ടാനായിട്ട് സാധിക്കുക. ഉൽപ്പത്തി പുസ്തകത്തിന്റെ അവസാന അധ്യായങ്ങളിൽ നമ്മുടെ പൂർവ്വപിതാവായ യൗസേപ്പിനെ കാണുന്നുണ്ട്. ക്ഷമയുടെ ഉദാത്തമായ ഒരു മാതൃകയാണ് പൂർവ്വപിതാവായ യൗസേപ്പ്. യൗസേപ്പിന്റെ ജീവിതം കേട്ടാൽ നമുക്ക് സങ്കടം വരും. നമുക്ക് ആ സഹോദരങ്ങളെ എല്ലാം വെടിവെച്ച് കൊല്ലാൻ തോന്നും. കാരണം നല്ലൊരു പയ്യൻ, ഇളയ മകൻ, അവന് പ്രത്യേക കഴിവുകളൊക്കെ ഉണ്ട്. എന്താണ് കഴിവ്? സ്വപ്നങ്ങൾ വ്യാഖ്യാനിക്കുക. അപ്പനാണെങ്കിലും അപ്പനാണെങ്കിൽ കൂടെ സ്വപ്നം. എന്തിനാണോ ഈ യാക്കോബിന് വയസ്സാങ്കാലത്ത് ഇത്ര സ്വപ്നം? ഏതായാലും ഈ സ്വപ്നമെല്ലാം ഈ മകനാണ് വ്യാഖ്യാനിച്ചു കൊടുക്കുന്നത്. അപ്പൻ സ്വപ്നം കാണുന്നു, മകൻ വ്യാഖ്യാനിക്കുന്നു. അപ്പൊ മകനോടൊരു പ്രത്യേക താല്പര്യമായി. മകനും കൂടുതൽ സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അവൻ രാവിലെ എഴുന്നേറ്റ് സ്വപ്നങ്ങൾ ചേട്ടന്മാരോട് പറയുന്നു, വ്യാഖ്യാനിക്കുന്നു. ചേട്ടന്മാർക്ക് ഇഷ്ടപ്പെടും. അവസാനം ആട് മേയ്ക്കാനായിട്ട് പോയ വഴിയെ ചേട്ടന്മാരെല്ലാരും കൂടെ, ഫസ്റ്റ് ചേട്ടന്മാരല്ലേ, അവരെല്ലാരും കൂടെ പദ്ധതി ഉണ്ടാക്കി ഇവനെ കൊല്ലാൻ. സ്വന്തം സഹോദരങ്ങൾ വധിക്കാൻ തീരുമാനിക്കുന്ന ജോസഫിനോട് നമുക്ക് പാവം തോന്നും. പാവം, നല്ലൊരു പയ്യൻ, നിഷ്കളങ്കനായ പയ്യൻ, ചേട്ടന്മാരെ വിശ്വസിച്ച് പോയതാണ്. അവസാനം അവനെ കൊല്ലാനായിട്ട് തീരുമാനിക്കുകയാണ് ചേട്ടന്മാര്. അപ്പൊ റൂബൻ എന്ന് പറയുന്ന മൂത്ത സഹോദരന് സങ്കടം തോന്നി. അയ്യോ, കൊല്ലുമൊന്നും വേണ്ട, അവനെ നമുക്ക് ആ പൊട്ടക്കിണറ്റിൽ തള്ളാം. എന്നിട്ട് ഇവര് മാറുമ്പോഴത്തേക്കും പുള്ളിയെ പിടിച്ചു കയറ്റി കൊണ്ടുപോകാൻ ഓർത്തിരിക്കുകയായിരുന്നു റൂബൻ. അപ്പൊ എന്നാ റൂബൻ പറഞ്ഞല്ലേ, അനുസരണമൊക്കെ ഉണ്ട്, അതുകൊണ്ട് നമുക്ക് പൊട്ടക്കിണറ്റിൽ തള്ളിയേക്കാം, കൊല്ലണ്ട. അങ്ങനെ പൊട്ടക്കിണറ്റിൽ തള്ളി കഴിഞ്ഞപ്പോഴാണ് അതുവഴി കുറെ ഈജിപ്തുകാർ വന്നു. എന്നാ പിന്നെ ഇവന്മാർക്ക് അടിമയായിട്ട് വിറ്റേക്കാം. സ്വന്തം സഹോദരനെ അടിമയായിട്ട് വിൽക്കുകയാണ് അല്ലെ. നമുക്ക് അവനെയൊക്കെ കൈ കിട്ടിയ എന്നെ ചെയ്യണം? സ്വന്തം അനുജനെ അടിമയാക്കി വിൽക്കുന്ന സഹോദരന്മാര്, എനിക്ക് ഓർത്തിട്ട് അല്ലെ സഹിക്കാൻ പറ്റുന്നത്. അവിടെ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. എന്നാ ഈ അടിമയാക്കി എല്ലാം വിറ്റ് കഴിഞ്ഞപ്പോ കർത്താവിന്റെ കരം യൗസേപ്പിന്റെ കൂടെ ഉണ്ടായിരുന്നു.
നമ്മുടെ ഇപ്പോഴത്തെ ചെറുപ്പക്കാരൻ ന്യൂജൻ പിള്ളേര് ചോദിക്കും, ഉണ്ടായിട്ട് എന്നാ വിശേഷം? അവന് അടിമയായിട്ട് വിറ്റില്ലേ? കർത്താവിന്റെ കരം ഔസേപ്പിന്റെ കൂടെ ഉണ്ടായിരുന്നു, ഉണ്ടായിട്ട് എന്നാ വിശേഷം? എന്നിട്ട് അവൻ ഈജിപ്തിൽ ചെന്നു, ഒരു വിശേഷം ഉണ്ടായില്ല. അവൻ അടിമയായിട്ട് ചെന്ന് പൊത്തിഫറിന്റെ വീട്ടിലെ കാര്യസ്ഥനായി. അവസാനം പൊത്തിഫറിന്റെ ഭാര്യയ്ക്ക് ഈ പയ്യനോട് വേണ്ടാതിനൊക്കെ തോന്നി. അവന് പാപം ചെയ്യാൻ വിസമ്മതിച്ചു യജമാനത്തിയുമായിട്ട്. അവൻ പറഞ്ഞത് തന്റെ സ്ഥാനത്തിന്റെ മഹിമയോർത്ത് അവൻ പാപം ചെയ്യാൻ വിസമ്മതിച്ചു. അതാണ് അവനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഈ ഭവനം മുഴുവൻ നിങ്ങളുടെ യജമാനൻ എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു, നിങ്ങൾ ഒഴിച്ച് ബാക്കിയെല്ലാം എന്റെ കാര്യസ്ഥത്തിലാണ്, ഞാനിതിന്റെ എല്ലാം കാര്യസ്ഥനാണ്. ഇത്രയും എന്നെ വിശ്വസിച്ച യജമാനനെ ഞാൻ എങ്ങനെ വഞ്ചിക്കും? അതാണ് യൗസേപ്പ് ചോദിക്കുന്നത്. എത്ര മനോഹരമായ ഒരു ചോദ്യമാണത്. സ്നേഹം സ്പർശിച്ചപ്പോൾ ഉണ്ടായ ഒരു വ്യത്യാസമാണത്. യജമാനൻ എന്നെ ഇത്രയും സ്നേഹിക്കുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ എങ്ങനെ പാപം ചെയ്യും? യജമാനനെ ഞാൻ എങ്ങനെ വഞ്ചിക്കും? ഞാൻ പാപം ചെയ്യില്ല. പൊത്തിഫറിനെ ഇഷ്ടപ്പെടുവോ? പൊത്തിഫറിന്റെ ഭാര്യയ്ക്ക് ഇഷ്ടപ്പെടുവോ? പൊത്തിഫറിന്റെ ഭാര്യ അവനെതിരെ കള്ളക്കേസ് ഉണ്ടാക്കി. അവൻ പൊത്തിഫറിന്റെ ഭാര്യയുമായിട്ട് അവിഹിതത്തിന് ചെന്നു എന്നൊക്കെ പറഞ്ഞ് പൊത്തിഫറിനെ കൊണ്ട് ഇവനെ കാരാഗൃഹത്തിൽ അടപ്പിച്ചു. പിന്നെ എഴുതി വെച്ചിരിക്കുന്നു, കർത്താവിന്റെ കരം അവന്റെ കൂടെ ഉണ്ടായിരുന്നു, ഉണ്ടായിട്ട് എന്നാ വിശേഷം? കാരാഗൃഹത്തിൽ അവൻ കിടന്നില്ലേ? എത്ര വർഷമാ? ഒരു വർഷമാണ് പോട്ടെ, 2 വർഷം, 3-4 വർഷം കിടന്നു അതിനകത്ത്. കാരാഗ്രഹത്തിൽ കിടന്നു. കർത്താവിന്റെ കരം അവിടെ ഉണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞിട്ട് എന്നാ വിശേഷം? ഇവനെ കാരാഗ്രഹത്തിൽ നിന്ന് പുറത്തിറക്കുക. നമ്മളാണെങ്കിൽ പറയും, കർത്താവിന്റെ കരം ഉണ്ടെങ്കിൽ കാരാഗ്രഹങ്ങളെല്ലാം പൊട്ടി ചെതറി അവനെ പുറത്തിറക്കണം. അവൻ അവിടെ കിടക്കുക, ഒരു രക്ഷയില്ല. ഇവനെ പുറത്തിറക്കാൻ പറ്റുന്നില്ല. കർത്താവ് അവസാനം സഹികെട്ട് ഫറവോയ്ക്ക് സ്വപ്നങ്ങൾ കൊടുത്തു. ഫറവോയ്ക്ക് സ്വപ്നങ്ങൾ കൊടുത്തു. ഫറവോ വലിയ സ്വപ്നങ്ങളെല്ലാം കണ്ട് പുള്ളിക്ക് ഉറക്കം കിട്ടുന്നില്ല. പുള്ളി എല്ലാരും വിളിച്ചു വരുന്നു, ഇതേ എനിക്കിങ്ങനെ സ്വപ്നം വരുന്നു. ആർക്കും ഇത് വ്യാഖ്യാനിക്കാനായിട്ടാവില്ല. അപ്പൊ കൊട്ടാര വിചാരിപ്പുകാരൻ പാനപാത്രവാഹനായ ഒരുത്തനുണ്ട്. അവൻ ജോസഫിന്റെ കൂടെ ഉണ്ടായിരുന്നതാണ്. ജോസഫ് അവനെ പറഞ്ഞു വിട്ടത്, നീ ആ പാനപാത്രം ഒഴിച്ചു കൊടുക്കുമ്പോ എന്റെ കാര്യം ഒന്ന് പറയണേ ഫറവോയോട്. അവൻ മറന്നുപോയി, ദുഷ്ടൻ. കർത്താവിന്റെ കാര്യം അവന്റെ കൂടെ ഉണ്ടായിരുന്നു പറഞ്ഞിട്ട് എന്നാ കാര്യം? അവൻ മറന്നുപോയി. അപ്പൊ അവൻ അത് ഓർത്തു. എന്താ? ഇതെല്ലാം കഴിഞ്ഞപ്പോ അവൻ ഓർത്തു, അയ്യോ ഇങ്ങനൊരാള് ജയിലിൽ കിടപ്പുണ്ട് കേട്ടോ. ഫറവോ പറഞ്ഞു അവനെ കൊണ്ടുപോവാ. അവൻ നല്ല മണിമണിയായിട്ട് കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തു. എന്താണ്? സ്വപ്നത്തിന്റെ അർത്ഥം വ്യാഖ്യാനിച്ചു കൊടുത്തു. ഫറവോയ്ക്ക് മനസ്സിലായി ഇവനിൽ കർത്താവിന്റെ കരമുണ്ടെന്ന്. കർത്താവിന്റെ കരം അവന്റെ കൂടെയുണ്ടെന്ന് ആർക്ക് മനസ്സിലായി? വിജാതീയനായ ഫറവോയ്ക്ക് മനസ്സിലായി ഇവൻ നിസാരക്കാരനല്ല, കർത്താവിന്റെ ആത്മാവ് അവന്റെ മേലുണ്ട്. അതുകൊണ്ട് അവനെ തന്നെ ഈജിപ്തിന്റെ ഭരണാധികാരിയാക്കി. കാരണം ഇത്രയും കൃത്യമായിട്ട് ഈജിപ്ത് രാജ്യത്ത് സംഭവിക്കാൻ പോകുന്ന ക്ഷാമം അത് വ്യാഖ്യാനിച്ചു തന്നെങ്കിൽ തീർച്ചയായിട്ടും അവന് ക്ഷാമത്തിൽ നിന്ന് രാജ്യത്തെ രക്ഷിക്കാനായിട്ടാവും. അവന് രാജ്യത്തിന്റെ ഭരണാധികാരിയാക്കി. ജോസഫ് മിടുക്കനാണ്, നല്ല കഴിവുള്ളവനാണ്, ദൈവത്തിന്റെ കൃപയുള്ളവനാണ്, ദർശന വരവുള്ളവനാണ്. അവന് സ്വപ്നങ്ങൾ വ്യാഖ്യാനിക്കാൻ വരവുണ്ട്. അവൻ കൃത്യമായിട്ട് ചെയ്തു. ധാന്യപ്പുരകളെല്ലാം പണിത് ധാന്യങ്ങളെല്ലാം ശേഖരിച്ച് അനേകം വർഷങ്ങളിലേക്ക് വേണ്ട ധാന്യങ്ങൾ ശേഖരിച്ചു വെച്ചു. അപ്പത്തേ വരുന്നു ആരാണ്? തന്നെ കൊല്ലാൻ ആഗ്രഹിച്ച, പൊട്ടക്കിണറ്റിൽ തള്ളിയിട്ട, അതുവഴി പോയി ഇസ്മായേല്യർക്ക് തന്നെ വിറ്റ സ്വന്തം സഹോദരന്മാര് വരുന്നു. നമ്മളാ ഈ വിവരം പറഞ്ഞാൽ എന്നാ പറയും? അവനെ അതിർത്തി കടത്തണ്ട, അവിടെ വെച്ച് തട്ടിയേക്കാൻ പറയും, അല്ലെ? ദുഷ്ടന്മാര്. ഇവനൊന്നും ജീവിക്കാൻ അവകാശമില്ല, അവന്മാരെന്നെ കൊല്ലാൻ പ്ലാൻ ചെയ്തതാ, അവനെന്നെ അടിമയായിട്ട് വിറ്റതാ, അവനെ കൊന്നേക്കാൻ പറയും അവന്മാരെ എല്ലാം. പക്ഷെ ഇവര് വന്നപ്പോഴേ സഹോദരങ്ങളാണെന്ന് മനസ്സിലായി. ഈ പാവം യൗസേപ്പ് അകത്തുപോയി പൊട്ടിക്കരഞ്ഞു എന്നാണ് പറയുന്നത്. യൗസേപ്പ് 3 പ്രാവശ്യം പൊട്ടിക്കരഞ്ഞു. കാരണം അദ്ദേഹത്തിന് ആ വേദന അദ്ദേഹത്തോട് ഇവര് ചെയ്ത ആ പാതകങ്ങളെല്ലാം മനസ്സിൽ വന്നിട്ട് അത് മനസ്സിൽ അങ്ങോട്ട് തങ്ങി നിൽക്കുന്നില്ല, പൊട്ടിക്കരയുകയാണ്. കരഞ്ഞു അവൻ സങ്കടം തീർത്തു. പിന്നെ അവരായിട്ട് കുറെ പരീക്ഷിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഓടിച്ചു. എല്ലാം കഴിഞ്ഞിട്ട് അവസാനം 45 ഉൽപ്പത്തി പുസ്തകം 45 വാക്യത്തിൽ തന്റെ അടുത്ത് നിന്നിരുന്ന 45 അധ്യായം 1 വാക്യം, തന്റെ അടുത്ത് നിന്നിരുന്ന ഈജിപ്തുകാരുടെ എല്ലാം മുമ്പിൽ വികാരമടക്കാൻ ജോസഫിന് കഴിഞ്ഞില്ല. അവരെയെല്ലാം പുറത്താക്കാൻ അവർ ആജ്ഞാപിച്ചു.
അതിനാൽ ജോസഫ് സഹോദരന്മാർക്ക് തന്നെ തന്നെ വെളിപ്പെടുത്തിയപ്പോൾ മറ്റാരും അടുത്തുണ്ടായിരുന്നില്ല. അവൻ ഉറക്ക കരഞ്ഞു. മൂന്നാമത്തെ കരച്ചിലാണിത്. ഉറക്ക കരഞ്ഞു. ഈജിപ്തുകാരും ഫറവോയുടെ വീട്ടുകാരും അത് കേട്ടു. അതുപോലെ ഉച്ചത്തിൽ കരഞ്ഞു, വാവിട്ട് കരഞ്ഞു. കാരണം ഈ സഹോദരങ്ങൾ എന്നോട് ചെയ്ത ദ്രോഹം അത് ഓർത്തപ്പോൾ ഇയാൾക്ക് കരച്ചിലടക്കാനായില്ല. അയാൾ വാവിട്ട് കരഞ്ഞു. എന്നിട്ട് ശാന്തമായി കഴിഞ്ഞപ്പോൾ ജോസഫ് സഹോദരന്മാരോട് പറഞ്ഞു, ഞാൻ ജോസഫാണ്. എന്റെ പിതാവ് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുവോ? അതാണ് ചോദിച്ചത്. അവരാകെ സ്തംഭിച്ചുപോയി. അവർക്ക് സംസാരിക്കാൻ സാധിച്ചില്ല. അപ്പോൾ അവൻ അവരോട് എന്റെ അടുത്തേക്ക് വരിക എന്ന് പറഞ്ഞു. എന്നിട്ട് അവൻ പറഞ്ഞു, നിങ്ങൾ ഈജിപ്തുകാർക്ക് വിറ്റ നിങ്ങളുടെ സഹോദരൻ ജോസഫാണ് ഞാൻ. എന്നെ ഇവിടെ വിറ്റതോർത്ത് നിങ്ങൾ വിഷമിക്കുകയോ വിഷാദിക്കുകയോ വേണ്ട. തന്റെ മുറിപ്പാടുകളുടെ ചരിത്രത്തിന് ജോസഫ് ഒരർത്ഥം കണ്ടെത്തുകയാണ്. എന്താണത്? ജീവൻ നിലനിർത്താൻ വേണ്ടി ദൈവമാണ് എന്നെ നിങ്ങൾക്ക് മുൻപേ ഇങ്ങോട്ട് അയച്ചത്. 8ാമത്തെ വാക്യത്തിൽ വീണ്ടും പറയും, നിങ്ങളല്ല, ദൈവമാണ് എന്നെ ഇങ്ങോട്ട് അയച്ചത്. എന്തിനു വേണ്ട? നിങ്ങളുടെയും ജീവൻ നിലനിർത്താൻ വേണ്ടി ദൈവമാണ് എന്നെ അയച്ചത്. അതുകൊണ്ട് നിങ്ങൾ വിഷമിക്കണ്ട. മുറിപ്പാടുകളുടെ ചരിത്രത്തിന് അർത്ഥം കണ്ടെത്തിയപ്പോൾ ജോസഫിന് ക്ഷമിക്കാനായി. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ പലരെയും കുറിച്ച് ഇപ്പോഴും ക്ഷമിക്കാതിരിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? അവരും കൂടെ സഹായിച്ചിട്ടാണ് നമ്മൾ ഈ നിലയിലൊക്കെ എത്തിയതെന്ന് ഒരു ചിന്ത നമുക്കില്ലാത്തതുകൊണ്ടാണ്. നമ്മളെ സ്നേഹിക്കുന്നവർ മാത്രമല്ല കേട്ടോ നമ്മളെ വളർത്തിയത്, നമ്മുടെ ശത്രുക്കളും കൂടെ. ചിലരൊക്കെ എന്റെ മുമ്പിൽ ചില വഴികൾ അടച്ചത് കൊണ്ടാണ് വേറെ ചില വഴികൾ എനിക്ക് തുറന്നത്. അപ്പൊ അവരും എന്റെ രക്ഷയുടെ ചരിത്രത്തിൽ അവരും പങ്കാളികളാണ്. അവരെ ഞാൻ വെറുക്കേണ്ട കാര്യമൊന്നുമില്ല. അവൻ ചില വഴികൾ അടച്ചത് കൊണ്ട് എനിക്ക് വേറെ ചില വഴികൾ തുറക്കും. കർത്താവിന്റെ കരം നമ്മൾ ദർശിച്ചാൽ നമുക്കായി അവിടുന്ന് പുതിയ വഴികൾ തുറക്കുന്നുണ്ട്. കുറെ വർഷങ്ങൾക്ക് മുമ്പ് വിവാഹത്തിന്റെ ജൂബിലിയൊക്കെ ആഘോഷിച്ച ഒരു സഹോദരി, നമ്മൾ ഈ ഇടവകളിലൊക്കെ വിവാഹത്തിന്റെ സുവർണ ജൂബിലി, രജത ജൂബിലി 25 വർഷമൊക്കെ കഴിയുമ്പോൾ അവരെല്ലാം വിളിച്ച് ആദരിച്ച് ധീരതയ്ക്കുള്ള അവാർഡൊക്കെ കൊടുക്കും അല്ലെ? 25 വർഷം ധൈര്യപൂർവ്വം ജീവിച്ചതിന് ധീരതയ്ക്കുള്ള അവാർഡ് ബൈബിളാ കൊടുക്കുന്നത്. അപ്പൊ ഇടവക ദിനത്തിന് അങ്ങനെ വിളിച്ച് ധീരതയ്ക്കുള്ള അവാർഡെല്ലാം കൊടുത്തെല്ലാം കഴിഞ്ഞ് പിറ്റേ ദിവസം ഈ സഹോദരി എന്നെ കാണാൻ വന്നു. അച്ഛാ, അന്ന് ഞാൻ കൊച്ചച്ഛനാ പള്ളിയില്, കൊച്ചച്ഛന് താങ്ക്സ് പറയാൻ വന്ന. ഞാൻ പറഞ്ഞു, അയ്യോ അത് ആദ്യമാണ്. കാരണം എല്ലാവരും ഈ ധീരതയ്ക്കുള്ള അവാർഡൊക്കെ മേടിച്ച് പോകുന്നല്ലാതെ ആരും അങ്ങനെ താങ്ക്സ് ഒന്നും പറയാൻ അച്ഛന്മാരുടെ അടുത്തൊന്നും വരാറില്ല. കൊച്ചച്ഛന് താങ്ക്സ് പറയാൻ വന്ന. എന്താ, നല്ല പരിപാടിയായിരുന്നു ഇന്നലെ, നല്ല ഫംഗ്ഷൻ ആയിരുന്നു, അച്ഛന് ഒത്തിരി കഷ്ടപ്പെട്ടു, എല്ലാം നന്നായിട്ട് ഓർഗനൈസ് ചെയ്തു, താങ്ക് യു. അപ്പോഴേ എനിക്ക് തോന്നി ഇത് താങ്ക്സ് മാത്രമല്ല, ഇതിന്റെ പുറകെ വേറെ ഏതാണ്ട് വരുന്നുണ്ട്. അവിടുത്തെ സൺഡേ സ്കൂൾ ടീച്ചറാണ്, നല്ലൊരു കുടുംബത്തിലെ കുടുംബിനിയാണ്, മാതൃവേദിയുടെ ഭാരവാഹിയാണ് എന്ന് വേണ്ട ഇടവക പ്രവർത്തനങ്ങളിലെല്ലാം സജീവമായിട്ട് നിൽക്കുന്ന ഒരു ചേച്ചിയാണത്. അപ്പൊ അവര് എന്നോട് പറഞ്ഞു, അച്ഛാ ഒരു കാര്യം കൂടെ ഉണ്ട്. എന്നാ, എന്റെ ആങ്ങളമാരോടും അപ്പനോടും പിണങ്ങിയിട്ടും 25 വർഷമായി. ഞാൻ പറഞ്ഞത് അത് പറയായിരുന്നെങ്കിൽ നമുക്ക് അതിൻ്റെയും കൂടെ ജൂബിലി ആഘോഷിക്കായിരുന്നു. അനുരഞ്ജനത്തിന്റെ കൂതാശയായ പരിശുദ്ധ കുർബാനയുടെ ഒരു പുസ്തകവും കൂടെ തരായിരുന്നു സമ്മാനം, കുർബാന പുസ്തകം തരായിരുന്നു. ഞാൻ ചോദിച്ചു, അതിനകത്തിന് അവരോട് പിണങ്ങിയിരിക്കുന്നത്? നിങ്ങളെ കണ്ടാ ഇങ്ങനൊന്നും തോന്നുന്നില്ലല്ലോ. നല്ല കുടുംബം, നല്ല 2 മക്കള്, കെട്ടിയവൻ നല്ലൊരു മനുഷ്യൻ, കേന്ദ്ര ഗവൺമെന്റിലും കണ്ട് ജോലിയുള്ള ഒരു മനുഷ്യനാണ്. മക്കളാണെങ്കിൽ നന്നായിട്ട് പഠിക്കും. അവരും ഈ പ്രൊഫഷണൽ കോളേജുകളിലെങ്ങാണ്ടൊക്കെ പഠിക്കുന്ന 2 നല്ല പിള്ളേര്, ആൺപിള്ളേരും. അവധിക്ക് വന്ന അമ്മമാര് കുർബാനയ്ക്ക് വില കൂടാൻ വരുന്ന പിള്ളേരാണ്. ഞാൻ ചോദിച്ചു, എന്തിനാ ഈ പിണങ്ങിയിരിക്കുന്നത്? അല്ല, അവരെന്നെ പറ്റിച്ചാച്ചു. അതെന്നാ, അമ്മ മരിച്ചു പോയായിരുന്നു എൻ്റെ കല്യാണത്തിന്. എന്നിട്ടോ അത് അമ്മ മരിച്ചു പോയി. അപ്പോൾ അവന്മാരെന്നെ പറ്റിച്ചു. അതെന്നാ? അല്ല, എനിക്കൊരു 10-12 ഏക്കർ റബ്ബർ തരാമായിരുന്നു. എന്നിട്ട് എത്രയാ കിട്ടിയത്? എനിക്ക് 6 ഏക്കറേ തന്നുള്ളൂ. 6 ഏക്കർ റബ്ബറേ തന്നുള്ളൂ പറഞ്ഞിട്ട് 25 വർഷമായിട്ട് വലിയ പിണക്കമല്ല, ഒരു ശീത സമരം എന്ന് പറഞ്ഞാൽ ഫംഗ്ഷനൊക്കെ പോകും,
അവിടെ പോയി അധ്യക്ഷപദം അലങ്കരിക്കും എന്ന് പറയുന്നത് പോലെ അലങ്കരിച്ചിട്ട് ഇനി പോരും. അവരോട് വലിയ സ്നേഹമൊന്നുമില്ല. അപ്പനെ ആങ്ങളമാരെയൊക്കെ കണ്ട് ഹായ് ഹായ് ഹോയ് ഹോയ് എന്നൊക്കെ പറഞ്ഞ് കൊച്ചു പിള്ളേരുടെ കവളയിലൊക്കെ തൊട്ട് 2 മിഠായി കൊടുത്തിട്ട് അവർക്ക് പോരും. ഒരു ഹൃദയ ഐക്യമില്ല, അടുപ്പമില്ല, കുടുംബത്തോടൊരു അടുപ്പമില്ല, പിണങ്ങിയിരിക്കുകയാണ്. എനിക്കത് കേട്ടിട്ട് സങ്കടം വന്നു. ഞാൻ ചോദിച്ചു, എന്റെ സഹോദരി, നിങ്ങൾക്ക് ആ 12 ഏക്കർ റബ്ബർ കിട്ടുകയും നിങ്ങളുടെ കെട്ടിയോൻ കള്ളുകുടിയനും പിന്നെ സർവമാന തല്ലിപ്പുളിയുമായിട്ട് ഇതുവഴി നടക്കുകയും ചെയ്തിരുന്നെങ്കിൽ എങ്ങനെ ഉണ്ടായിരുന്നേനെ? ഉടനെ അവരെന്നോട് പറയാ, എന്റെ അച്ഛൻ അങ്ങനെ പറയാതെ, എങ്ങാനും വയസ്സാങ്കാലത്ത് അയാൾ തലതിരിഞ്ഞ് അങ്ങനെങ്ങാനും ആയിപ്പോയാലോ, അങ്ങനൊന്നും പറയാതെ. അയ്യോ എന്റെ സഹോദരി, നിങ്ങൾക്ക് 12 ഏക്കർ റബ്ബർ തോട്ടം കിട്ടുകയും നിങ്ങളുടെ പിള്ളേർ ഇങ്ങോട്ട് വരാൻ പറഞ്ഞാൽ കൃത്യം അങ്ങോട്ട് പോകുന്ന 2 കർത്താവ് തന്നായിരുന്നെങ്കിൽ എങ്ങനെ ഉണ്ടായിരുന്നേനെ ജീവിതം? എന്റെ അച്ഛ അങ്ങനൊന്നും പറയാതെ. പ്രിയപ്പെട്ടവരെ, ദൈവം തരുന്ന കൃപകളൊന്നും നമ്മള് എണ്ണുന്നില്ല. തരാത്തതെല്ലാം ഓർത്തിരിപ്പുണ്ട്. യൗസേപ്പിന് സംഭവിച്ചത് എന്താണ്? യൗസേപ്പ് കിട്ടിയ നന്മകൾ ഓർത്തു. ദൈവത്തിന്റെ കരം കൂടെയുണ്ട്, പിന്നെ ഞാൻ എന്തിനാ വിഷമിക്കുന്നേ? കർത്താവിന്റെ കരം കൂടെയുണ്ട് എന്നുള്ള ഒരു തിരിച്ചറിവിൽ യൗസേപ്പിന് ക്ഷമിക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടായില്ല. പ്രിയപ്പെട്ടവരെ, നമ്മളും ദൈവം നമുക്ക് ഒത്തിരി നന്മകളൊക്കെ തന്നിട്ടുണ്ട്. നമ്മൾ വിചാരിക്കുന്നത് ഓസ്ട്രേലിയക്ക് പോയാലേ ശരിയാകത്തുള്ളൂ, അമേരിക്കയ്ക്ക് പോയാലേ ശരിയാകത്തുള്ളൂ, പിന്നെ ചിലർ വിചാരിക്കുന്നത് വേറൊരു കെട്ടിയോൻ വന്നാലേ ശരിയാകത്തുള്ളൂ. ചുമ്മാതാ, ഇപ്പോഴത്തേതൊക്കെ തന്നെ നല്ലത് മതി. ചില ചേട്ടന്മാരുടെയൊക്കെ വിചാരം അവരുടെ ഒറിജിനൽ ഭാര്യ ഇതുവരെ വന്നിട്ടില്ലെന്നാണ്. പിന്നെ ഇപ്പോൾ ഉള്ളത് ഇപ്പോൾ ഉള്ളത് ഡ്യൂപ്ലിക്കേറ്റ്, ഒറിജിനൽ വരാനിരിക്കുന്നേ ഉള്ളതാണ്. ചുമ്മാതാ കേട്ടോ, അങ്ങനെയൊന്നും വരത്തൊന്നുമില്ല. ഇപ്പോൾ ഉള്ളതൊക്കെ തന്നെ ഉള്ളൂ. അപ്പൊ പിന്നെ കിട്ടിയതിന്റെ നന്മകളൊക്കെ ഓർത്ത് നന്ദിയൊക്കെ പറഞ്ഞ് സന്തോഷമായിട്ട് അങ്ങ് ജീവിച്ചാൽ പോരെ. അതാണ് പ്രിയപ്പെട്ടവരെ കാരുണ്യത്തിന്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കുടുംബജീവിതം വിജയിക്കണമെങ്കിൽ പരസ്പരം കാരുണ്യം കാട്ടണം. കെട്ടിയവൻ ഇങ്ങനെയൊക്കെ ആയത് അയാൾക്കൊന്നും നേരെ ചൊവ്വയുള്ള സ്നേഹമൊന്നും കിട്ടി കാണുകയല്ലെന്ന് ആർക്കറിയാം. വർത്താനം പറയാനൊന്നും അറിയാൻ വയ്യാത്ത ഒരു ബുദ്ധിജീവിയാണ് എന്റെ കെട്ടിയോൻ. അതേസമയം അയലോക്കത്തെ അപ്പുറത്തെ കെട്ടിയവൻ ഭയങ്കര വർത്താനക്കാരനാ. അതും പറഞ്ഞുകൊണ്ട് ഇയാളുടെ ചെല്ലുമ്പം അയാൾക്ക് അതിനേക്കാളും വലിയ അരിശം. ചിലരങ്ങനെയാ അല്ലേ, ഓരോരുത്തരും ഓരോ വ്യത്യാസം. പക്ഷേ നമുക്ക് നമ്മുടെ ദൈവിക പദ്ധതിയിൽ നമ്മുടെ ജീവിതത്തെ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മളെല്ലാം ഒത്തിരി നന്മകൾ കിട്ടിയവരാണ്. എനിക്ക് നിങ്ങളോടെല്ലാം പറയാനുള്ളത്, ഹൃദയത്തിൽ കരുണയുണ്ടാകണമെങ്കിൽ ഹൃദയത്തിൽ ഒരു സംതൃപ്തി ഉണ്ടാവണം. ദൈവം ഏതാണ്ടൊക്കെ തന്നു എന്നുള്ളൊരു ചിന്തയൊക്കെ ഉണ്ടാവണം, ഒരു സന്തോഷമൊക്കെ ഉണ്ടാവണം. നിങ്ങൾ കൊച്ചുകുട്ടികളുള്ള മാതാപിതാക്കളെല്ലാം ചെയ്യാൻ പിതാവ് ഒരു കാര്യം പറഞ്ഞുതരാം. നിങ്ങളുടെ പിള്ളേരെ കൊണ്ട് ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ എഴുതിക്കണം. ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ എന്നൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ ഞെട്ടണ്ട. ഒരു 80 പേജിന്റെ ഒരു നോട്ട് ബുക്ക് മേടിച്ച് ഓരോ ദിവസവും പിള്ളേർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അവരുടെ ഹൃദയത്തെ സ്പർശിച്ച 2 നല്ല കാര്യങ്ങൾ എഴുതി വെക്കാൻ പറയണം. എന്നിട്ട് അത് പറഞ്ഞ് ഈശോയ്ക്ക് നന്ദി പറഞ്ഞിട്ട് കിടന്ന് ഉറങ്ങാൻ പറയണം. നല്ല കാര്യങ്ങൾ. അവർ ഈ നെഗറ്റീവ് കാര്യങ്ങൾ നമ്മൾ ഈ നെഗറ്റീവ് കാര്യങ്ങളാണല്ലോ ഈ വീട്ടിൽ പറയുന്നത് മുഴുവൻ. ഇന്നിപ്പോ നിങ്ങൾ ധ്യാനം കഴിഞ്ഞ് ചെല്ലുമ്പോഴേ കെട്ടിയവനെ വഴക്ക് പറയാനിരിക്കുക, എന്നാ നിങ്ങൾക്ക് കൂടെ വരായിരുന്നു, നിങ്ങളും കൂടെ കേൾക്കേണ്ടതായിരുന്നു. നെഗറ്റീവാണ്, നമ്മൾ മൊത്തം നെഗറ്റീവാണ്. അല്ലാതെ എനിക്കെങ്കിലും പോകാൻ പറ്റിയല്ലോ ദൈവമേ എന്നല്ല നമ്മൾ ഓർക്കുന്നത്. നിങ്ങളും കൂടെ എന്താണ് വരാഞ്ഞെന്ന് പറഞ്ഞിട്ട് വഴക്കുണ്ടാക്കാൻ പോവാ. അത് തീരുമാനിച്ചു വെച്ചിട്ടുണ്ട് ചിലരൊക്കെ, കർത്താവ് എനിക്ക് വെളിപ്പെടുത്തി തന്നിട്ടുമുണ്ട് അത്. അപ്പോ എന്നാ എനിക്കെങ്കിലും പോകാൻ പറ്റിയല്ലോ മാതാവേ, അത്രയും വലിയ നന്മയുണ്ടായല്ലോ എന്ന് നമ്മൾ ഓർക്കത്തില്ല. നമ്മൾ ഈ നെഗറ്റീവ്, ഈ പിള്ളേരെ പോസിറ്റീവായിട്ട് എന്ന് പറഞ്ഞ നന്മ, ദൈവം തരുന്ന നന്മകൾ തിരിച്ചറിയാൻ അവരെ പഠിപ്പിക്കണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അങ്ങനെ 2 കാര്യങ്ങൾ, നന്ദി പറയാനുള്ള 2 കാര്യങ്ങൾ കുഞ്ഞുങ്ങളെ എഴുതിച്ച് നന്ദി പറയിച്ചിട്ട് കിടത്തി ഉറങ്ങണം. ഒരാഴ്ചയാകുമ്പോൾ അവർക്ക് നന്ദി പറയാൻ 14 കാരണങ്ങളായി. ഒരു മാസമാകുമ്പോൾ അവർക്ക് നന്ദി പറയാൻ 60 കാരണങ്ങളായി. ഒരു വർഷമാകുമ്പോൾ അവർക്ക് നന്ദി പറയാൻ 700 കാരണങ്ങളായി. 2-3 വർഷമാകുമ്പം അറിയാതെ നിങ്ങളുടെ പിള്ളേര് നല്ല ഊർജ്ജമുള്ളവരായിട്ട് മാറും, നന്മ കാണുന്നവരായിട്ട് മാറും, ജീവിതം കൊള്ളാമല്ലോ എന്ന് പറയുന്നവരായിട്ട് മാറും. അവർ തന്നെ ഇരുന്ന് പഠിച്ചോളും. അവർക്ക് നല്ല ഒരു പോസിറ്റീവ് എനർജി കിട്ടും ജീവിക്കാൻ. അല്ലാതെ നമ്മൾ ഈ പരാതിയും പറഞ്ഞ് കുറ്റവും പറഞ്ഞ്, കർത്താവിന്റെ കുരിശെന്നൊക്കെ പറയുന്നത് ബലഹീനന്റെയും ബലിമൃഗത്തിന്റെയും കുരിശൊന്നും അല്ല പ്രിയപ്പെട്ടവരെ. അത് നല്ല ധീരതയുടെ അടയാളമാണ്. ധൈര്യം ഉണ്ടായിരുന്നു കർത്താവിന്. 14 സ്ഥലങ്ങളിലും അവിടുന്ന് പിന്തിരിഞ്ഞോടിയില്ലല്ലോ. അവിടുന്ന് ആ കുരിശെടുത്തില്ലേ, നല്ല ധൈര്യമാണ്. ആ ധൈര്യം ഉണ്ടാകുന്ന എപ്പോഴാ? ദൈവിക പദ്ധതിയെക്കുറിച്ച് ബോധ്യം ഉണ്ടാകുമ്പോഴും
ദൈവം എനിക്ക് എന്തെങ്കിലുമൊക്കെ തന്നിട്ടുണ്ടല്ലോ എന്നുള്ളൊരു ചിന്തയുണ്ടാകുമ്പോഴുമാണ്. ആകയാൽ കാരുണ്യത്തിൻ്റെ ഉറവകൾ നമ്മളിൽ എല്ലാവരിലും ഉണരാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവകാരുണ്യത്തെക്കുറിച്ച് നിങ്ങൾ ധ്യാനിക്കുമ്പോൾ ഓർക്കുക, കർത്താവ് കാരുണ്യം മാത്രമാണ്. അവിടുന്ന് ശിക്ഷിക്കുന്നവനല്ല, അവിടുന്ന് സ്നേഹിക്കുന്നവനാണ്. ആ സ്നേഹിക്കുന്ന ദൈവത്തെ കണ്ടെത്താനും നമ്മുടെയൊക്കെ വീടുകളിൽ ഈ കാർക്കശ്യത്തിൻ്റെയും വിധിക്കലിൻ്റെയും സംസ്കാരം ഒന്ന് മാറ്റി പരസ്പരം മനസ്സിലാക്കി കരുണ കാട്ടി കൂടെ നിന്ന് സഹായിച്ചു, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ചും സ്നേഹിച്ചും വർത്തമാനം പറഞ്ഞും നന്മകൾ കണ്ടെത്തി ആഘോഷിച്ചുമൊക്കെ സന്തോഷം നിറയുന്ന കുടുംബങ്ങളാക്കാനും നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു.